ദിലീപും സലീംകുമാറും ഒപ്പമുള്ള സൗഹൃദത്തിനേക്കാൾ ഒരുപാട് മുകളിലാണ് മോഹൻലാൽ സലീംകുമാർ സൗഹൃദം. കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ചടങ്ങിൽ സലീംകുമാർ എത്തിയപ്പോൾ പോലും മോഹൻലാൽ കൈകൊടുത്ത് സലീംകുമാറിനെ വേദിയിലേക്ക് ഇരുത്തിയ കാഴ്ച നമ്മുടെ കണ്ണിൽ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം സലീംകുമാറിന്റെ മരണവാർത്ത വന്നപ്പോൾ മോഹൻലാൽ വിദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. പകരം ഇവിടുന്ന് താരങ്ങൾ സലീംകുമാറിന്റെ മരണവാർത്ത മോഹൻലാലിനെ വിളിച്ചു പറയുകയായിരുന്നു ചെയ്തത്. എന്നാൽ ആ വാർത്ത കേട്ടപ്പോൾ ആദ്യം മോഹൻലാൽ ഒന്നും സംസാരിച്ചില്ല എന്നാണ് പറയുന്നത്. നിശബ്ദമായിരുന്നു. എങ്ങനെയെന്നോ എവിടെയെന്നോ ഒന്നും സംസാരിച്ചില്ല, ഒന്നുമേ ചോദിച്ചുമില്ല. ആദ്യം നിശബ്ദമായി ഇരുന്നതിന് ശേഷം ഞാൻ വരാം എന്ന് മാത്രമാണ് മോഹൻലാൽ പറഞ്ഞതെന്നാണ് അടുത്ത വൃത്തങ്ങൾ തന്നെ പുറത്തു പറയുന്നത്. പെട്ടെന്ന് തന്നെ മോഹൻലാലിന്റെ ശബ്ദം ഇടറുകയായിരുന്നുവെന്നാണ് കേട്ടുകൊണ്ടിരുന്നവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാലിനോടൊന്ന് ചോദിക്കാൻ പോലും ആർക്കും പറ്റിയില്ല. നേരത്തെ ന്യൂമോണിയ ആയിരുന്നുവെന്നും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നുമാണ് അറിഞ്ഞത്. ഇതിനു മുൻപും തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് വേഗം തിരിച്ചു വരും എന്നാണ് കരുതിയത്. എന്നാൽ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ മാറിയിരിക്കുകയാണ് എന്നും വിചാരിച്ചിരുന്ന മോഹൻലാലിൻ്റെ അരികിലേക്കാണ് സലീംകുമാറിൻ്റെ മരണവാർത്ത എത്തിയത്. പ്രേക്ഷകരും വളരെയധികം കൃത്യമായി ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ വ്യക്തമായി തന്നെയാണ് ഈ ഒരു വാർത്തയെ പറ്റി സംസാരിക്കുകയും അതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകരെല്ലാവരും തന്നെ വളരെയധികം നന്നായി സംസാരിക്കുകയും ചെയ്യുന്നു. കാരണം മോഹൻലാലിന് എന്തുമാത്രമാണ് സലീംകുമാറിനോടുള്ള ഇഷ്ടം എന്ന് തന്നെ മനസ്സിലാക്കണം. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ച് തന്നെയാണ് ഓർക്കുന്നത്. അത്രമാത്രം വിഷമം തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഊഹിക്കാം. കാരണം അവർ തമ്മിലുള്ള സൗഹൃദം അത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു, അത്രമാത്രം ദൃഢമായിരുന്നു. ഒരു കൈ കൊടുത്ത് എപ്പോഴും മോഹൻലാൽ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സലീംകുമാർ. വേദികളിലെത്തുമ്പോൾ അദ്ദേഹത്തിന് നടക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പലപ്പോഴായി മോഹൻലാൽ ഒപ്പം നിൽക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന വാർത്തയും ഇത് മാറുന്നു. ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയോടൊപ്പം തന്നെ വളരെ മികച്ചതായി മാറുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഈ ഒരു പ്രതികരണം നോക്കുന്നത്. ദിലീപിനും തകർന്ന അവസ്ഥയിലിരിക്കുന്ന അദ്ദേഹത്തെ പോലെ തന്നെയായിരിക്കാം മോഹൻലാലും. എന്തായാലും ഇന്ന് എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. വിദേശത്താണ് അദ്ദേഹമെന്നും ഷൂട്ടിംഗ് തിരക്കിലാണെന്നും അറിയാം. മമ്മൂട്ടിയും സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെയാണ് എത്താൻ സാധിക്കാത്തത്. എന്നാൽ ഇവർക്കൊക്കെയും ഏറ്റവും കൂടുതൽ വിഷമമാണ്. അതുപോലെ തന്നെയാണ് ദിലീപിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെയാണ് മോഹൻലാലും തമ്മിലുള്ളത്. നിരവധി സിനിമകൾ, വിരലെണ്ണാവുന്ന സിനിമകളൊന്നുമല്ല, അത്രമാത്രം സിനിമകളാണ് ഇവർ തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മോഹൻലാലിൻ്റെ ഈ പ്രതികരണം വികാരഭരിതമായി പോയത് ആർക്കും അത്ര ഞെട്ടലുണ്ടാക്കുന്ന ഒന്നല്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.